നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2026 തുലാം രാശിയുടെ വർഷഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. തുലാം രാശി ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. ശനി, വ്യാഴം, രാഹുകേതുക്കൾ എന്നീ ഗ്രഹങ്ങളെ പരിഗണിച്ചായിരിക്കും ഞാൻ ഫലം പറയുന്നത്. കാരണം ദീർഘകാലം ഒരേ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ ഫലമായിരിക്കും നിങ്ങൾക്ക് വർഷം മുഴുവൻ കൂടുതലായി അനുഭവത്തിൽ വരുന്നത്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. 2026 ശനി തുലാം രാശിയുടെ 6-ാം ഭാവത്തിലും വ്യാഴം 9, 10 എന്നീ ഭാവങ്ങളിലും രാഹു 5-ാം ഭാവത്തിലും കേതു 11-ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. 2026 ആദ്യ പകുതിയിൽ തുലാം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളായിരിക്കും ലഭിക്കുക. വ്യാഴം ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയം വിദ്യാഭ്യാസം തടസ്സപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് അത് പൂർത്തീകരിച്ച് വിജയങ്ങൾ നേടാൻ കഴിയും. തൊഴിലിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്ക് വിദ്യാഭ്യാസ മണ്ഡലത്തിലോ സർക്കാർ തലത്തിലോ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശ്രമം തുടരണം. വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് തടസ്സങ്ങൾ മാറി വിവാഹം നടക്കും. അധ്യാപകർക്കും പ്രസാധകർക്കും ഈ സമയം അനുകൂലമാണ്. യശസ് വർദ്ധിക്കും. അധ്യാപകർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. പൊതുവെ തൊഴിൽ രംഗത്ത് തുലാം രാശിക്കാർക്ക് പേരും പെരുമയും വർദ്ധിക്കും. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. പിതാവിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഗുരുക്കന്മാരുടെ അംഗീകാരങ്ങൾ ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകും. ഗ്രഹനിർമ്മാണം നടത്തുന്നവർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി താമസം ആരംഭിക്കാൻ കഴിയും. മുതിർന്നവർക്ക് സന്താന സുഖം അനുഭവിക്കാൻ യോഗം കാണുന്നു. ധനസംബന്ധമായ പ്രയാസങ്ങൾ മാറിക്കിട്ടും. കടബാധ്യത ഇല്ലാതാക്കാൻ കഴിയും. പ്രതീക്ഷിക്കാതെ ധനം കയ്യിൽ വന്നു ചേരും. കുടുംബസുഖം ലഭിക്കും. എന്നാൽ വർഷത്തിൻ്റെ 2-ാം പകുതിയിൽ വ്യാഴം കർമ്മഭാവത്തിലേക്ക് ഉച്ചനായി സഞ്ചരിക്കുന്നു. ഉച്ചസ്ഥനായ വ്യാഴം കർമ്മഗുണം നൽകുമെങ്കിലും ചാരവശാൽ 10-ാം ഭാവം വ്യാഴത്തിന് അനുകൂല ഭാവമല്ലാത്തതിനാൽ തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. തൊഴിൽ രംഗത്തു നിന്നും പരാതിയും പരിഭവവും ഉണ്ടാകാം. ഈ സമയത്ത് പുതിയ തൊഴിൽ സ്ഥലത്തേക്ക് മാറാനുള്ള ആഗ്രഹവും ഉണ്ടാകും. പക്ഷേ മാറരുത്. ഈ സമയത്തെ 6-ാം ഭാവത്തിൽ ബലവാനായി സ്ഥിതി ചെയ്യുന്ന ശനി കർമ്മഗുണം നൽകുന്നു. കർമ്മരംഗത്ത് പുതിയ അധികാരങ്ങൾ നൽകുന്നു. മത്സരിച്ച് പുരോഗതി നേടാനുള്ള ധൈര്യവും ശക്തിയും നൽകുന്നു. 6-ലെ ശനി തൊഴിൽ സുഖം നൽകും. സ്നേഹിതരുടെ സഹായം ലഭിക്കും. ശത്രുഭയം നിശേഷമില്ലാതാകും. ശാരീരിക സ്ഥിതി അനുകൂലമായിരിക്കും. വ്യവസായ പുരോഗതി വർദ്ധിക്കും. ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ്റിൽ ജോലി കിട്ടാൻ സാധ്യതയുമുണ്ട്. പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയും. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. കുടുംബത്തിൽ സുഖവും സന്തോഷവും നിലനിൽക്കും. സ്ത്രീകളിൽ നിന്ന് സ്നേഹ ബഹുമാനങ്ങൾ ലഭിക്കും. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു 2026 ഡിസംബർ മാസം വരെ മനപ്രയാസങ്ങൾ ഉണ്ടാക്കാം. സന്താനങ്ങളെക്കുറിച്ചുള്ള പ്രയാസങ്ങളായിരിക്കും കൂടുതൽ. കുടുംബക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന രാഹു എല്ലാ കാര്യങ്ങളിലും വിജയമാണ് നൽകുന്നത്. ഭൂമി ക്രയവിക്രയങ്ങളിൽ ഇടപെടുന്നവർക്ക് ഈ സമയത്ത് വൻപിച്ച നേട്ടങ്ങൾ ഉണ്ടാകും. പലതരത്തിലുള്ള വരുമാന വർധനവുണ്ടാകും. മനസ്സുഖം വർദ്ധിക്കും. 2026 ആദ്യ പകുതിയായിരിക്കും ഏറ്റവും ഉത്തമം. ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ജൂൺ 2 മുൻപ് തുടങ്ങിയാൽ ദൈവാധീനം കൂടുതലായി ലഭിക്കും. പൊതുവെ തുലാം രാശിക്കാർക്ക് 2026 വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. രാഹു മാത്രമാണ് പ്രതികൂലമായ അനുഭവങ്ങൾ നൽകുന്നത്. ദോഷപരിഹാരങ്ങൾക്കായി ആദ്യമായി ചെയ്യേണ്ടത് രാഹുവിനെ പ്രീതിപ്പെടുത്തുക. എല്ലാ മാസവും ആയില്യ പൂജ നടത്തുക. സർപ്പസൂക്ത പുഷ്പാഞ്ജലിയും നടത്തണം. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. പൊതുവെ വർഷം 2026 നിങ്ങൾക്ക് ഭാഗ്യങ്ങളുടെ ദിനങ്ങളാണ് നൽകുന്നത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.